കെ രാഗേഷ് കർണനല്ല, പിണറായി വിജയന്റെയും CPM-ന്റെയും കാലനാണ്. ഇറങ്ങിപ്പോയിക്കൂടെ ഇയാൾക്കൊക്കെ? കോൺഗ്രസിലെ പെട്ടിതാങ്ങികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇവിടെയും അതുപോലെയാണ്. കെ രാഗേഷിനെ പോലെ കുറച്ചധികം പെട്ടിതാങ്ങികളുണ്ട്. നേതാക്കന്മാരെ സുഖിപ്പിച്ച് പാർട്ടിയുടെ കഴുക്കോലൂരുന്ന കുറച്ചെണ്ണം. ഇതിനെയൊക്കെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്. നിന്റെയൊക്കെ കുടുംബ സ്വത്തായി കാണരുത് CPM എന്ന പ്രസ്ഥാനത്തെ. അതിവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയും ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെയും ഒക്കെ അധ്വാനത്തിൻ്റെയും അവരുടെ ഇച്ഛാശക്തിയുടെയും കൂടി ഫലമാണ്. ഈ പ്രസ്ഥാനം ഇങ്ങനെ നാമാവശേഷമാകി പോകാൻ ഇവരെ പോലുള്ള കുറച്ചധികം പെട്ടിതാങ്ങികൾ തന്നെയാണ് കാരണം. കെ രാഗേഷ് ഉൾപ്പെടെ കുറച്ചധികം പേർക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളിൽ പോലും ഉണ്ടായ അഭൂതപൂർവമായ പരാജയത്തിന് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണം കടുക്കുകയാണ്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നാണ് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ പരസ്യമായി ആവശ്യപ്പെടുന്നത്. ഇത് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കൾ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഈ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കാരായി രാജൻ MLA, DYFI സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ VK സനോജ് എന്നിവരടങ്ങുന്ന ഔദ്യോഗിക നേതൃത്വം രംഗത്തിറങ്ങിയതോടെ പാർട്ടിയിൽ ആഭ്യന്തര ഭിന്നത അതിൽ പൂർണ്ണമായും ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ചേരി തിരിഞ്ഞ് അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ രാഗേഷിനെതിരെയുള്ള നീക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരംഭിച്ച ഒളിയാക്രമണമാണെന്ന് കാരായി രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പാർട്ടിയെ തകർക്കാൻ അതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഗൗരവത്തോടെ കാണണമെന്നും രാഷ്ട്രീയ വഞ്ചകരും ഒറ്റുകാരും ആഘോഷിക്കുന്ന ഈ സമയത്ത് അണികൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാരായി രാജൻ കുറിച്ചിരിക്കുന്നത്. കാരായി രാജനും കൂട്ടരും പറയുന്നത് കെ രാഗേഷിനെ പോലെയുള്ളവർ പാർട്ടിയെ അങ്ങ് ഉത്തുംഗ ശൃംഖത്തിൽ എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു എന്നാണ്. ഇങ്ങനെ ഒരു കൂട്ടർ ഉത്തുംഗ ശൃംഖത്തിൽ എത്തിക്കാൻ പണിയെടുത്ത് പാതാള കുഴിയിലേക്കാണ് ഈ പ്രസ്ഥാനം വീണിരിക്കുന്നത്. ഇപ്പോഴും ഒരു കൂട്ടം പ്രവർത്തകർ, ഒരു കൂട്ടം നേതാക്കൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് നേതൃത്വത്തെ പൊളിച്ച് എഴുതണം എന്നുള്ളതാണ്. ശുദ്ധികലശം പാർട്ടിയിൽ ആവശ്യമാണ്. മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കണം, മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണമെന്നാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇവരാരും അതിന് തയ്യാറല്ല. പിണറായി വിജയന്റെ കർണനാണ്, കവചമാണ് എന്നൊക്കെയാണ് കെ രാഗേഷിനെ തള്ളിമറിക്കുന്നത്. കവചമാണോ അതോ കവച കുണ്ടലമാണോ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇങ്ങനെ പിണറായിയെ താങ്ങി നിന്നാൽ എന്തെങ്കിലുമൊക്കെ പദവിയിൽ എത്തിപ്പെടാം എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണ്, ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്, കാരണഭൂതമാണ്, ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കും. അങ്ങനെ സുഖിപ്പിച്ചാണ് കെ രാഗേഷ് കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി പദവിയിലൊക്കെ എത്തിയത്. ഇത് മാത്രമല്ല, ഭാര്യയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ ചട്ടവും നിയമവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നല്ലോ കസേര ഉറപ്പിച്ചതുമൊക്കെ. എന്തായാലും ഇപ്പോൾ കെ രാഗേഷിന് നേരെ വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കാരായി രാജനും സനോജും ഒക്കെ രംഗത്തേക്ക് വന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാഗേഷിനോട് കണ്ണൂരിൽ തന്നെയുള്ള CPM നേതാക്കൾ, പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നിന്ന് മെഴുകാതെ ഇറങ്ങിപ്പോടോ എന്നാണ്. എന്തായാലും രാഗേഷിനെ ന്യായീകരിക്കാനുള്ള അടങ്കൽ ഏറ്റെടുത്തിരിക്കുന്നത് കാരായി രാജനാണ്. കാരായി രാജൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് നമുക്കൊന്ന് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സെക്രട്ടറി എന്നത് മറ്റു പാർട്ടികൾക്ക് എന്നതുപോലെ കേവലം ഒരു അലങ്കാരമോ പദവിയോ മാത്രമല്ല. ഏതെങ്കിലും ഒരാൾ ആഗ്രഹിച്ച് പൊടുന്നനെ സെക്രട്ടറി ആവുക എന്നതും സംഭവ്യമല്ല. കഴിവിൻ്റെയും പ്രാപ്തിയുടെയും അനുഭവങ്ങളുടെയും രാഷ്ട്രീയ വ്യക്തിയുടെയും രൂപമാണ് പാർട്ടിക്ക് സെക്രട്ടറി. ഉരുകിത്തെളിഞ്ഞവരും അനുഭവ സമ്പത്തുള്ളവരും എല്ലാം അടങ്ങുന്ന കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് സെക്രട്ടറി. കെ രാഗേഷ് എന്ന പാർട്ടി സെക്രട്ടറിക്കെതിരായി ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്ത് വിരുദ്ധന്മാർ അവരുടെ മറവിൽ നിന്ന് ആരംഭിച്ച ഒളിയാക്രമണം ചില അല്പബുദ്ധികൾ വഴി വ്യക്തിഹത്യ നടത്തുന്നത് ഒട്ടും നിരുപദ്രവകരമായ ഒന്നായി കാണാനാകില്ല. ശത്രുവർഗത്തിന് എപ്പോഴും ഇത്തരം കോടാലിക്കൈകൾ ഉണ്ടാകും. ഇവരായിരിക്കും മഹാവിപ്ലവകാരികളായി ചിലപ്പോൾ അരങ്ങുവാഴുക. രാഷ്ട്രീയ ശത്രുക്കളുടെ ഇത്തരം കോടാലികൾ കൊണ്ട് മുറിവേൽക്കാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടി ബന്ധുക്കളും സഖാക്കളും കാണിക്കേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിക്കണമെങ്കിൽ എവിടെ അടിക്കണമെന്ന് പാർട്ടി ശത്രുക്കൾക്ക് നന്നായി അറിയാം. വർഗവഞ്ചകരും ഒറ്റുകാരും ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കപ്പെടുന്ന ഈ സമയത്ത് ഏത് ഞാഞ്ഞൂലന്മാരും ഒരല്പസമയത്തേക്ക് മഹത്വവൽക്കരിക്കപ്പെടുമായിരിക്കും.
ഈ പാർട്ടി രക്തസാക്ഷികളുടെ പാർട്ടിയാണ്, യാതനകൾ ഏറ്റുവാങ്ങിയവരുടെ പാർട്ടിയാണ്. അതിൻ്റെ പാർട്ടി സെക്രട്ടറിയെ തകർക്കാൻ ഓങ്ങിയാൽ നമ്മൾ എന്താവണമോ അതാകുക. ചിലപ്പോൾ നമ്മൾ തീയാകണം, അതല്ല കാട്ടുതീയാകേണ്ടി വരും. എന്നാൽ അതായത് കെ രാഗേഷിന് കവചകുണ്ടലമായി നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കാരായി രാജൻ പോസ്റ്റ് ഇട്ട് മറിച്ചിരിക്കുന്നത്. താനൊക്കെ ഇപ്പോഴും ഇതിലെ അപകടം മനസ്സിലാക്കുന്നില്ലല്ലോടോ എന്നാണ് പാർട്ടിക്കാർ പോലും കാരായി രാജൻ്റെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇടുന്നത്. ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ നാമാവശേഷമാക്കി കുഴി തോണ്ടി പൊതച്ചിട്ട് കൂടുതൽ വായ്ത്താളം അടിക്കരുത് എന്നാണ് കാരായി രാജന് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരായി രാജൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ പാർട്ടിയെ നെഞ്ചേറ്റി ജീവിക്കുന്ന സാധാരണക്കാരായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ കടുത്ത തിരുത്തൽ ആവശ്യങ്ങളുമായിട്ടാണ് കമന്റ് ബോക്സ് നിറച്ചിരിക്കുന്നത്. ഇത് ശത്രുക്കളുടെ ആക്രമണമല്ലെന്നും പാർട്ടിയുടെ തകർച്ചയിൽ നൊമ്പരപ്പെടുന്ന അണികളുടെ ആത്മാർത്ഥമായ വികാരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. CH കണാരൻ, EK നായനാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, P ജയരാജൻ തുടങ്ങി ജനകീയരായ മഹാരഥന്മാർ ഇരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ കസേരയ്ക്ക് ഒരു രാഷ്ട്രീയ കാന്തിക ശക്തിയുണ്ടെന്നും എന്നാൽ നിലവിലെ സെക്രട്ടറി അണികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒത്തിരി അകലെയാണെന്നും അണികൾ വിമർശിക്കുന്നു. മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ സാങ്കേതികമായ അധികാര ശൈലിയാണ് രാഗേഷ് പാർട്ടി സംഘടനയിലും നടപ്പിലാക്കാൻ നോക്കുന്നതെന്നും ജനകീയ മുഖമില്ലാത്ത ഇത്തരം നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് പാർട്ടി തോറ്റതെന്നും സാധാരണ സഖാക്കൾ തുറന്നടിച്ചു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടി സീറ്റുകൾ എതിരാളികൾക്ക് താലത്തിൽ വെച്ചു കൊടുത്തത് രാഗേഷ്, P ശശി എന്നിവരുടെ നിലപാടുകളാണെന്നും അണികൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധം ഇത്രമാത്രം ശക്തമാകാൻ കെ രാഗേഷ് പങ്കുവച്ച മറ്റ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാരണമായിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി PK കുഞ്ഞനന്ദന്റെ ചരമവാർഷിക പോസ്റ്റ് ഇട്ടപ്പോൾ കടുത്ത ജനരോഷമാണ് ഉയർന്നത്. കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്നതിനെതിരെ അണികൾ തന്നെ രംഗത്ത് വന്നു. കൂടാതെ അന്തരിച്ച പാനൂരിലെ മുതിർന്ന നേതാവ് AV ബാലന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് രാഗേഷ് പങ്കുവച്ച പോസ്റ്റും വലിയ വിവാദമായി. മരണപ്പെട്ട പ്രിയ നേതാവിനെ കുറിച്ച് 2 വാക്ക് പോലും എഴുതാതെ സ്വന്തം ഫോട്ടോ മാത്രം പ്രമുഖമാക്കി പോസ്റ്റ് ഇട്ടത് രാഗേഷിന്റെ അഹങ്കാരവും ആർഭാടവും സ്വന്തം മുഖം മാത്രം പ്രദർശിപ്പിക്കാനുള്ള താല്പര്യവുമാണ് കാണിക്കുന്നതെന്ന് അണികൾ കുറ്റപ്പെടുത്തി. രാഗേഷിനെതിരെയുള്ള ആക്രമണം പരിധി വിട്ടതോടെയാണ് PK സനോജും രംഗത്തേക്ക് വന്നത്. കണ്ണൂരിലെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി മാത്രം ജില്ലാ സെക്രട്ടറിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണെന്ന് സനോജു പറഞ്ഞു. വിജയങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെങ്കിൽ പരാജയത്തിന്റെ ഭാരം ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് ശരിയല്ലെന്നും ബലിയാടുകളെ സൃഷ്ടിക്കുന്നതിന് പകരം കൂട്ടായ ആത്മപരിശോധനയാണ് വേണ്ടതെന്ന് സനോജ് ഓർമ്മിപ്പിച്ചു. തില്ലങ്കേരി സഖാക്കൾ പോലുള്ള പാർട്ടി അനുകൂല സോഷ്യൽ മീഡിയ പേജുകളും ഔദ്യോഗിക നേതൃത്വത്തിന് പ്രതിരോധവുമായി രംഗത്തുണ്ട്. എന്നാൽ സൈബർ ലോകത്തെ ഈ തർക്കങ്ങൾക്കപ്പുറം പാർട്ടിയിലെ ഭിന്നത പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്.